ഹലോ സാർ, നാളെ ഗ്യാപ്പ് അപ്പ് ആയിരിക്കുമോ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കുമോ? ഞാൻ ഇന്ന പൊസിഷൻ എടുത്തിട്ടുണ്ട് സാർ. നിഫ്റ്റി താഴെ പോവോ? നാളെ നിഫ്റ്റി മുകളിലേക്കായിരിക്കുമോ അല്ലെങ്കിൽ നിഫ്റ്റി താഴേക്കായിരിക്കുമോ? ഇങ്ങനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ദിവസം കുറഞ്ഞത് ഒരു 5 കോളെങ്കിലും ഉണ്ടാവും കേട്ടോ. സോ ഞാൻ ഇന്ന പൊസിഷൻ എടുത്തിട്ടുണ്ട്, നാളെ രാവിലെ എന്താകും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച എടുത്ത് വെച്ചേക്കാണ്, തിങ്കളാഴ്ച എന്ത് സംഭവിക്കും, നാളെ രാവിലെ ഗ്യാപ്പ് അപ്പ് ആണോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണോ? ഇതൊക്കെ ഇങ്ങനെ നിരന്തരം ചോദിച്ച് മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ട്. 100% ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ മെയിൻലി ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സംഭവിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15 ടു നമ്മുടെ സ്പോട്ട് മാർക്കറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 9:15 ടു ഈവനിങ് 3:30 വരെയാണ്. അപ്പോൾ ഈ ഒരു പീരീഡിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ നമുക്ക് അനുവാദം ലഭിക്കുന്നു. പക്ഷേ ഇതേ സ്ഥാനത്ത് നമ്മുടെ മാർക്കറ്റ് അവിടെ നിൽക്കുന്നില്ലല്ലോ. പിറ്റേ ദിവസം നൈറ്റ് മുഴുവനും പിന്നെ തിരിച്ച് അടുത്ത ദിവസം 9:15 വരെയുള്ള സമയത്ത് ഗ്ലോബൽ മാർക്കറ്റിനെയും കൂടി നമ്മുടെ മാർക്കറ്റുമായിട്ട് മാച്ച് ചെയ്യേണ്ട. ഇപ്പോൾ എല്ലാ ഗ്ലോബൽ മാർക്കറ്റ്സും ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ ഒന്നിനൊന്ന് കണക്ട് ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും അമേരിക്കൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റത്തിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നു. ഡൗ ജോൺസ് നാസ്ഡാക്ക് പോലുള്ള മാർക്കറ്റിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നു. നമ്മൾ ആശ്രയിക്കുന്നതല്ല, നമ്മുടെ പർപ്പസ് ഓഫ് ബാലൻസിങ്. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് ടൈമിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഇവൻറ്റുകൾ, ഗ്ലോബൽ ന്യൂസസ്, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, ഇതനുസരിച്ചിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ സംഭവിക്കുന്നതിന് നമ്മുടെ മാർക്കറ്റിലും ബാലൻസ് ചെയ്യണമല്ലോ. കാരണം നമ്മുടെ മാർക്കറ്റ് ഒരു 17 to 18 അവേഴ്സോളം നമ്മുടെ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കുകയാണ്. ഏതാ? ട്രേഡബിൾ മാർക്കറ്റ്. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടൈമിൽ ഗ്ലോബലിൽ സംഭവിക്കുന്ന മറ്റ് മാർക്കറ്റുകളുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റുകളുടെ വെയ്റ്റഡ് ആവറേജ് നമ്മുടെ നിഫ്റ്റിക്ക് സ്പോട്ട് പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യാൻ നേരം നമുക്ക് എന്തായിരിക്കും? ബാലൻസ് ആക്കണം. അതിനെന്ത് വേണം? അതിന് വേറൊരു സൂചിക നമുക്ക് വേണം. അതിനാണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറഞ്ഞത്. മുൻകാലങ്ങളിൽ അത് SGX നിഫ്റ്റി ആയിരുന്നു, അല്ലെങ്കിൽ സിംഗപ്പൂരിലായിരുന്നു അത്. ഇപ്പോൾ അത് നമ്മുടെ ഗിഫ്റ്റ് സിറ്റിയിൽ, നോയിഡയിലുള്ള ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് ഗിഫ്റ്റ് നിഫ്റ്റി എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി എന്ത് ചെയ്യുന്നു? രാത്രിയിലും ഓൾമോസ്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റിക്ക് ഉറക്കമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് 21 അവേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഓൾമോസ്റ്റ് 21 മണിക്കൂറും ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ വർക്കായിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലോബൽ മാർക്കറ്റിൻ്റെ വ്യതിയാനം അനുസരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിനെ എന്താ പറയുക, സൂചികയെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് രാത്രി തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി നാളെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് മാർക്കറ്റിന് എന്ന് നമുക്ക് ആരെയും വിളിച്ച് ചോദിക്കേണ്ട. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രേഡിംഗ് വ്യൂ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യാം. ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ 1-2 കാര്യങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഫ്രീ യൂസേഴ്സ് ആണെങ്കിൽ ട്രേഡിംഗ് വ്യൂ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് ഒരു വാച്ച് ലിസ്റ്റേ ക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മതി നമുക്ക് ആ ഒരു വാച്ച് ലിസ്റ്റിൽ തന്നെ നമ്മളൊരു ഓർഡർലി ഒരു 4-5 ഇൻസ്ട്രുമെൻറ്റ്സിന് നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ നിങ്ങൾക്ക് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ, രാത്രി 12 മണിക്ക്, ഇനി അതിന് ശേഷം ഉറക്കത്തിൻ്റെ പകുതിയിൽ വെച്ച് എഴുന്നേറ്റ് നോക്കിയിട്ട് നാളെ എന്ത് സംഭവിക്കുന്നു നോക്കുന്നത് വരെ ഉണ്ട്. ഞാൻ ഈ പറയുന്നതൊന്നും ആരും തമാശയായിട്ട് എടുക്കേണ്ട. അങ്ങനെ തന്നെയാണ്. ഉറക്കമേ ഇല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നവരുടെ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ട് അതൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആരെയും നിങ്ങൾ ആശ്രയിക്കേണ്ട. നിങ്ങൾക്ക് തന്നെ പിറ്റേ ദിവസം നിഫ്റ്റി നിഫ്റ്റി എന്നല്ല, ഓൾമോസ്റ്റ് സ്റ്റോക്സൊക്കെ ബുള്ളിഷ് ആവാൻ സാധ്യതയുണ്ടോ, ബെയറിഷ് ആവാൻ സാധ്യതയുണ്ടോ, നല്ല ഗ്യാപ്പ് അപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ടോ, മോഡറേറ്റ് ആയിട്ട് ആയിരിക്കുമോ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്നൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന് വരെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാം. മൊബൈൽ ആപ്പ് വഴിയും നിങ്ങൾക്കത് ചെയ്യാം, വെബിലും കൂടി നിങ്ങൾക്കത് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ വെബിൽ ചെയ്ത് കാണിക്കാം. മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ അതേപോലെ എഴുതി വെക്കണം ഏതൊക്കെയാണ്. കാരണം അത് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് സ്ക്രീനിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിത് ആ സ്ക്രീനിലേക്ക് വന്നു. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ആർക്കെങ്കിലും
അതായത് നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ ഈ സംഭവിക്കുക എന്നുള്ളത് അറിയാതെ പോയ കാലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ഈ കാണുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ അറിയാമെന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം, ഈ വീഡിയോ കാണുന്നവർ. ഇല്ല, ഇതുപോലൊരു സിറ്റുവേഷനിൽ കടന്നു പോയവർ ഇപ്പോൾ എല്ലാം നല്ലപോലെ അറിയാവുന്നവരാണെങ്കിൽ പോലും നിങ്ങളും കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്കും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നുവോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻസിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാം. ഇവിടെ ഞാൻ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, സിമ്പിൾ. ആദ്യം നമ്മുടെ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യാം. ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ നോക്കൂ, ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്ക് നോക്കൂ, y ഈസ് ഈക്വൽ ടു യെല്ലോയുടെ y, m ഈസ് ഈക്വൽ ടു മണി m, ym 1 എന്ന് പറഞ്ഞ ന്യൂമറിക്കൽ 1. ഇത് എഴുതി വെക്കണം, ഞാൻ പറഞ്ഞത് ym1 എക്സ്ക്ലമേഷൻ. എന്നിട്ട് ഈ 1D എന്നുള്ള 1 ഡേ, അത് ഓക്കെ, ym1 എക്സ്ക്ലമേഷൻ. ഇതെന്താണ് ഒരിക്കൽ കൂടി ഞാനിവിടെ എൻറ്റർ ചെയ്ത് കാണിച്ചു തരാം. ym1 ദെൻ എക്സ്ക്ലമേഷൻ. ഇത്രയും കൊടുക്കുമ്പോൾ നോക്കൂ, ഈ മിനി ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് CBOT ഇങ്ങനെ വരും കേട്ടോ. ഇതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നാച്ചുറലി ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇവിടെ ഓപ്പൺ ആവും. ഇതെന്താണ്? ഇത് ഡൗ ജോൺസിൻ്റെ തന്നെയാണ്. ഡൗ ജോൺസിൻ്റെ സ്പോട്ടല്ല, നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ്. നമ്മുടെ ഇവിടുത്തെ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്ന പോലെ അവിടുത്തെ ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സിന് നമ്മൾ ട്രാക്ക് ചെയ്യണം. ഒന്ന്, അപ്പോൾ അതിന് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഈ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓപ്പൺ ചെയ്തു. നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സെപ്പറേറ്റ് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓൾറെഡി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് എൻ്റെ ഇതിൽ ഓൾറെഡി ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. നോക്കൂ, ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ പേര് കൊടുക്കുന്നു. എന്താണ്? നമുക്ക് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ് ഡൗൺ ലുക്ക് ഔട്ട്. ജസ്റ്റ് നമ്മുടെ അറിയാൻ വേണ്ടി ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞ് ഞാനൊരു എനിക്കൊരു പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ആയി. ഇനി എങ്ങനെയാണ് ഇതിനെ എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യുക? ഫസ്റ്റ് ഇവിടെ ക്യാൻഡിലുണ്ടല്ലോ, റെഡ് കളർ ഗ്രീൻ കളർ, ഈ ഒരു ക്യാൻഡിലിൻ്റെ പുറത്ത് നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ആഡ് ടു വാച്ച് ലിസ്റ്റ് നോക്കൂ, ഇവിടെ ഇങ്ങനെ വരും. വന്നിട്ട് താഴെ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ സാറെന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവർക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയില്ല. ആഡ് ടു വാച്ച് ലിസ്റ്റ് കൊടുക്കാൻ കഴിയില്ല. പകരം നിങ്ങൾ ക്യാൻഡിലിൻ്റെ പുറത്ത്, അത് റെഡ് ആയിക്കോട്ടെ ഗ്രീൻ ആയിട്ട്, ക്യാൻഡിലിൻ്റെ പുറത്ത് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വെബിൽ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം. ആപ്പിലുള്ളവർക്ക് വേറെ രീതി ചെയ്യാം. സിമ്പിളായിട്ട് ആപ്പിൽ ഏറ്റവും താഴെ ആഡ് ടു വാച്ച് ലിസ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും താഴെ ട്രേഡിംഗ് വ്യൂ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വാച്ച് ലിസ്റ്റ് വരും. അതിൻ്റെ ഏറ്റവും താഴെ ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അവിടെ നിങ്ങൾ ym1 എക്സ്ക്ലമേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സാധനം വരും. അതിൽ നിങ്ങൾക്ക് ടോപ്പിൽ നിങ്ങൾക്ക് ആഡ് ബട്ടൺ ഉണ്ടാവും. അതിൽ ആഡ് കൊടുക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, വെബിൽ ചെയ്യുന്നവർക്ക് ഈ രീതി തന്നെ ചെയ്യണം. ആഡ് ടു വാച്ച് ലിസ്റ്റ് നമ്മൾ ഏതാ ക്രിയേറ്റ് ചെയ്ത്, ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ലുക്ക് അപ്പ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. നോക്കൂ, നാച്ചുറലി അപ്പം തന്നെ ഇവിടെ അത് ആഡായി. ഒരു പോയിന്റ്. ഇനി നമ്മൾ അടുത്തറിയേണ്ടത് ഏതാണ്? ഇനി നമ്മൾ അറിയേണ്ടതാണ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടുന്നത് ഏതിനെയാണ്? നമ്മുടെ വീണ്ടും എൻ്റെ ഫ്യൂച്ചേഴ്സിൽ വന്നിട്ട് ഞാൻ നോക്കുകയാണ്. ഇനി നമുക്ക് ആഡ് ചെയ്ത്, ഇപ്പോൾ ഡൗ ജോൺസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി ആഡ് ചെയ്യേണ്ട ഏതാണ്? നാസ്ഡാക്ക് നമ്മൾ ആഡ് ചെയ്യണം. നാസ്ഡാക്കിൻ്റെ ഏതാണ്? ഇതാണ് നാസ്ഡാക്ക്. നാസ്ഡാക്ക് ഏതാണ്? NQ1. മറ്റേത് ym1 എക്സ്ക്ലമേഷൻ. ഇത് N ഫോർ നേച്ചർ, Q ഫോർ ക്വാളിറ്റി. അപ്പോൾ NQ1 ദെൻ എക്സ്ക്ലമേഷൻ. സെയിം, അത് ഇതേമാതിരി നിങ്ങൾ സെർച്ച് ചെയ്യുക. എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. സോ എഴുതിയില്ലെങ്കിൽ എനിക്കറിയില്ല. ഞാനിവിടെ ഓൾറെഡി NQ1 എക്സ്ക്ലമേഷൻ, ഇവിടെ എക്സ്ക്ലമേഷൻ കൊടുത്തപ്പോൾ
E-mini NASDAQ 100 ഫ്യൂച്ചേഴ്സ്. കണ്ടോ, E-mini NASDAQ 100 ഫ്യൂച്ചേഴ്സ് EMC ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വന്നു. അത് എന്നാലും നിങ്ങൾക്ക് അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അത്രമാത്രം ഡീറ്റെയിലിംഗ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്, ഓൾറെഡി നമ്മൾ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. ഏതാ, വാച്ച് ലിസ്റ്റ്. ക്രിയേറ്റ് ചെയ്യാത്തവർക്ക് എന്താണ്, ഒരേ വാച്ച് ലിസ്റ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഇതേമാതിരി ഒറ്റ വാച്ച് ലിസ്റ്റേ ഉള്ളെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യുന്നിടത്തോളം അതിൽ തന്നെ അങ്ങ് ആഡ് ചെയ്താൽ മതി. അതിൻ്റെ താഴെ അതൊന്ന് കിടക്കും, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഇതിന് നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ആഡ് ടു വാച്ച് ലിസ്റ്റ് കൊടുത്തിട്ട് എവിടെയാണ് വേണ്ടത്, നമുക്ക് നമ്മുടെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ലുക്കപ്പ്. അതിൽ ഞാൻ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ലുക്കൗട്ടിൽ കൊടുത്തു. ഇനി അത് നോക്കിയാൽ നേരെ നോക്കൂ, ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ലുക്കൗട്ട് നോക്കൂ, ദേ കിടക്കുന്നു രണ്ടാമത്തത്. നോക്കൂ, നമുക്ക് ഡൗ ജോൺസ് ആഡ് ചെയ്തു, നാസ്ഡാക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്, ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ ആഡ് ചെയ്യാം. എന്താണ് ഗിഫ്റ്റ് നിഫ്റ്റി, നല്ല ശ്രദ്ധിക്കുക. ഗിഫ്റ്റ് നിഫ്റ്റി എന്താ ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് നിങ്ങളുടെ ഇതിൽ പോയിട്ട് GIFT NIFTY ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് മസ്റ്റായിട്ട് ഇത് തന്നെയാണോ നോക്കണം. ബാങ്ക് നിഫ്റ്റി അല്ല, ഗിഫ്റ്റ് നിഫ്റ്റി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ തന്നെ ബാങ്ക് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ 50 ഇൻഡെക്സ് ഫ്യൂച്ചർ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആവും. അപ്പോൾ നോക്കൂ, സാധാരണ നിഫ്റ്റി എന്നുള്ളത് വെറും നിഫ്റ്റി എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഇത് നോക്കൂ, നിഫ്റ്റി, ദെൻ ന്യൂമറിക്കൽ 1, ദെൻ എക്സ്ക്ലമേഷൻ. നമുക്ക് ടൈം ഫ്രെയിംസ് ഏത് വേണേലും മാറ്റാം, ബട്ട് 1 ഡേ, ഇപ്പോൾ 1 ഡേയിൽ നിൽക്കുന്നു. സോ ഇതാണ് നമുക്ക് എവിടെ ആഡ് ചെയ്യേണ്ടത്. അടുത്തത് വീണ്ടും ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. സിമ്പിൾ കാര്യമാണ്, പക്ഷെ നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. സോ ദെൻ കംസ് ടു, അതേമാതിരി ഞാൻ ക്യാൻഡിലിൻ്റെ പുറത്ത് വന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ആഡ് ടു വാച്ച് ലിസ്റ്റ്, ആഡ് നിഫ്റ്റി 1 എക്സ്ക്ലമേഷൻ ടു വാച്ച് ലിസ്റ്റ്. ഏത് വാച്ച് ലിസ്റ്റാണ്, ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ലുക്കൗട്ട്. ആഡ് ചെയ്തു. മൂന്നാമത്തത് ആഡായി. ഇനി അടുത്തെന്താ ആഡ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണ്, നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ആഡ് ചെയ്യണം. നിഫ്റ്റിയുടെ സ്പോട്ടല്ല, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആഡ് ചെയ്യണം. അതെന്താ ചെയ്യേണ്ടത്, വീണ്ടും നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്, ദേ നോക്കൂ, ഇവിടെ തന്നെ ഉണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചർ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു. ഇനി നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നിഫ്റ്റി 1 ഇൻഡെക്സ്, ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്, നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അത് ഇതിലെടുക്കാം ഞാൻ. അത് അപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ചത് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ പേര് നമുക്ക് കൃത്യമായിട്ട് എടുക്കാം. നിഫ്റ്റി 1. ഇതാണ് എന്താ പറയുക, ഗിഫ്റ്റ്. ഇവിടെ കാണുന്ന നിങ്ങൾക്ക് നോക്കൂ, ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചർ. ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയാണ്. അടുത്ത നമ്മൾ നിഫ്റ്റിയുടെ കറണ്ട് മന്ത് ഫ്യൂച്ചറാണ്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ വേർഡ് എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിൽ കൊടുക്കേണ്ടുന്നത് S&P 500 CNX നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചറാണ്. അപ്പോൾ CNX നിഫ്റ്റി വന്നു. നോക്കൂ, S&P, അതായത് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, S&P CNX നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എഴുതി വെക്കൂ കുട്ടികളെ. S&P CNX നിഫ്റ്റി, കാരണം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. നിഫ്റ്റി ഫ്യൂച്ചർ എന്നൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. കറണ്ട് മന്ത് ഉണ്ട്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, S&P CNX നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഇങ്ങനെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക, ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഫ്യൂച്ചേഴ്സ്. ഇവിടെ കാരണം രണ്ടിൻ്റെ ഒരേ നെയിമാണ്. നോക്കൂ, ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന നെയിം ഒരേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ വ്യത്യാസം. നിഫ്റ്റി 1 എക്സ്ക്ലമേഷൻ തന്നെയായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റിക്കും അതിൻ്റെ പേര് കാണിച്ചത്. സോ ഇതിൻ്റെ പേര്, ശരിക്കുള്ള പേര് S&P CNX നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചർ ആണ്, ഗിഫ്റ്റ് നിഫ്റ്റി അല്ല. പേര് മാറിപ്പോകും, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അതെന്ത് ചെയ്യുക, വീണ്ടും ക്യാൻഡിലിൻ്റെ പുറത്ത് വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ടു വാച്ച് ലിസ്റ്റ് കൊടുക്കുക. നമ്മൾ എവിടെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ കൊടുത്തു. സോ 3 പോയിൻറ്റ്സ് നമ്മളിവിടെ ആഡ് ചെയ്തു. ഇനിയും നമുക്ക് വേണം എന്താണ്, ഇനി വേണ്ടുന്നത് സ്പോട്ട്. അത് സിമ്പിളായിട്ട് നിഫ്റ്റി 50, നിഫ്റ്റി എന്ന് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഓൾ കൊടുക്കുക. നമ്മുടെ നിഫ്റ്റി ഇൻഡെക്സ് വന്നു സിമ്പിളായിട്ട്. അതിനെയും എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, നേരെ ആഡ് ടു എവിടെ കൊടുക്കുക, നോക്കൂ, ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ കൊടുത്തു. ഇനി നമ്മളുടെ
ഇനി ഒരുപാട് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ എത്ര പ്രിസൈസ് ഇതൊന്നും വേണ്ട, ഇത്ര മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ള കാര്യം മാർക്കറ്റ് ക്ലോസ് ചെയ്ത നിമിഷം മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ ആരെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അത് അപ് ടു എപ്പോൾ വരെ, പിറ്റേ ദിവസം 9:15 മുന്നേ വരെ നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്യാം. മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് വെച്ച് ഫോളോ ചെയ്യാം. കറക്റ്റായിരിക്കും, അത് 99% ആക്യുറേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് മാർക്കറ്റ് എവിടെ ആ ഗ്യാപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്യാപ്പ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാനത് പറയാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഏതാ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമ്മളുടെ പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇത്രയും മതി. ഈ 4 നോക്കൂ, 2, 4, 5 ഇൻസ്ട്രുമെൻറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസത്തെ മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? അതിൽ ഏറ്റവും പ്രധാനം, ഇയാൾ പോലും നാസ്ഡാക്ക് ഫ്യൂച്ചർ പോലും നമ്മൾ കണക്കാക്കണ്ട. പക്ഷേ നാസ്ഡാക്ക് ഫ്യൂച്ചറിനെ ഞാൻ എന്തിനെടുത്ത് വച്ചു എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ മേജറായിട്ടുള്ള ഒരു സെക്ടർ ഉണ്ട്. ആരാണ്? IT സെക്ടർ. IT സെക്ടറിൻ്റെ കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം IT സെക്ടറിന് എന്ത് സംഭവിക്കും, IT സെക്ടറിലുള്ള സ്റ്റോക്സിനൊക്കെ എന്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടാവും എന്നുള്ളതിന് നാസ്ഡാക്കിൻ്റെ മൂവ്മെൻറ്റം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് മാത്രം പഠിച്ചാൽ പോരല്ലോ, നാളത്തെ സെക്ടറിലുള്ള നമുക്ക് പറ്റാവുന്നത്ര ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാം. സോ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതിപ്പോൾ OEM1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി കൂടുതൽ വിശദമായിട്ടൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ വേറെ പഠിച്ചോളൂ, കുഴപ്പമില്ല. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡൗ ജോൺസിൻ്റെ ഈ പറയുന്ന ഇപ്പോൾ എത്രയാണ്, ഡൗ ജോൺസ് -4.7 അല്ലേ, -4.7% നിൽക്കുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ നോക്കൂ, -4.7% ഡൗ ജോൺസ് ഇപ്പോൾ റൺ ചെയ്യുന്നു. അതേമാതിരി ഇത് ഏതാണ്, നോക്കൂ, ഹോവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് ഗിഫ്റ്റ് നിഫ്റ്റി, ആദ്യത്തത് ഗിഫ്റ്റ് നിഫ്റ്റി, രണ്ടാമത്തത് നിഫ്റ്റി ഫ്യൂച്ചർ. ഗിഫ്റ്റ് നിഫ്റ്റിയും നിഫ്റ്റി ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അതായിരിക്കും സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള വ്യത്യാസം. ഇനി എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഇപ്പോൾ അതാ നോക്കൂ, എന്തിനാ ഡൗ ജോൺസ് പോസിറ്റീവ്, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഡൗ ജോൺസ് എങ്ങനെ മൂവ് ചെയ്യുന്നുവോ 99%ഉം ഡൗ ജോൺസിൻ്റെ മൂവ്മെൻറ്റം 40% ഡൗൺ ആണെങ്കിൽ അതനുസരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റിയും നിങ്ങൾ നല്ല ശ്രദ്ധിക്കൂ. ഈ രീതി നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് വാച്ച് ലിസ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗ ജോൺസ് അപ്പ് ആകും തോറും ഗിഫ്റ്റ് നിഫ്റ്റി കൂടിക്കൊണ്ടേയിരിക്കും, ഡൗ ജോൺസ് ഡൗൺ ആകും തോറും ഗിഫ്റ്റ് നിഫ്റ്റി താഴ്ന്നുകൊണ്ടേയിരിക്കും. ഡൗ ജോൺസ് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% ഡൗ ജോൺസ് തന്നെയാണ്. എൻ്റെ ഇത്ര കാലത്തെ അനുഭവത്തിൽ ഞാൻ പറയാം. ഇനി വലിയ വലിയ എക്സ്പേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയാനുള്ളത് പറഞ്ഞു തന്നു. സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സോ ഡൗ ജോൺസ് മാത്രം, ഡൗ ജോൺസിൻ്റെ മൊമെൻറ്റം കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ആരാണ്, ഗിഫ്റ്റ് നിഫ്റ്റി. ഇപ്പോൾ നിൽക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ എത്രയാണ്, 25,511. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എത്രയാണ്, 25,425. ഇപ്പോഴത്തെ സ്പോട്ട് എത്രയാണ്, 25,320. കണ്ടോ? അപ്പോൾ ഈ 510 എന്നുള്ളത് 425-നേക്കാൾ മുകളിലല്ലേ നിൽക്കുന്നത്. സോ ഇതാണ് മീഡിയൻ. ഇത് അതിൻ്റെ മുകളിൽ, ഇത് അതിൻ്റെ താഴെ നിൽക്കുന്നു. ഇത് നടുവിൽ നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചർ, കറണ്ട് മന്ത് ഫ്യൂച്ചർ ഇപ്പോൾ 425 നിൽക്കുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി എത്രയാണ്, 511 നിൽക്കുന്നു. എത്രയാ ഗ്യാപ്പ്, 425-ഉം 510-ഉം ഏതാണ്ട് 75-85 പോയിന്റിൻ്റെ വ്യത്യാസം അല്ലേ. 425-ഉം 75-ഉം ആയപ്പോൾ 500 ആയി. 500-ഉം പിന്നെ ഒരു 10-ഉം കൂടിയുണ്ട്. അപ്പോൾ 75 + 10, 85 പോയിന്റ് ഇപ്പോൾ അപ്സൈഡിലാണ് നിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ. ഇപ്പോൾ അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാം ഓരോ സമയം. ഇന്നലെ രാത്രി നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ഇന്നലെ രാത്രി നിഫ്റ്റി, അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ഏതാണ്ട് 200-ൽ പരം പോയിന്റ് താഴ്പോട്ടേക്ക് പോയി, ഡൗണിൽ പോയി. അതേ സാധനം തന്നെ പിന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ച് മേലോട്ട് കയറി വന്നു. എന്നിട്ട് ഇന്ന് രാവിലെ അവസാനം ക്ലോസ് ആയത് എത്ര, അറൗണ്ട് 170 പോയിൻറ്റ്സിൽ ഡൗണിലേക്ക് വന്നു. 200-230 പോയിൻറ്റോളം ഇന്നലെ രാത്രി മാത്രം താഴെ പോയിട്ട് പിന്നെ രാവിലെ ആയപ്പോൾ അത് തിരിച്ചും കയറുകയും ചെയ്തു എന്നുള്ളതാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ആകുന്ന സമയം, നോക്കൂ, നിഫ്റ്റി ഫ്യൂച്ചറും നിഫ്റ്റി സ്പോട്ടും അനങ്ങത്തില്ല. നിങ്ങൾ നോക്കുമ്പോൾ അത് അനങ്ങത്തേ ഇല്ല. കാരണം അത് സ്പോട്ട് മാർക്കറ്റാണ്. നിഫ്റ്റി സ്പോട്ടും നിഫ്റ്റി കറണ്ട് മന്ത് ഫ്യൂച്ചറും ട്രേഡബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ്, അത് രണ്ടും അനങ്ങത്തില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗ ജോൺസിൻ്റെ മൂവ്മെൻറ്റം പ്ലസ് വരുമ്പോൾ
ഇതും കൂടുതൽ നോക്കൂ, 510 ഇപ്പോൾ 515. എന്തുകൊണ്ടാണ്? ഗിഫ്റ്റ് നോക്കൂ, ഡൗ ജോൺസ് നേരത്തെ 0.4% ആയിരുന്നു, ഇപ്പോൾ 0.35%, വീണ്ടും മുകളിലേക്ക് പോയി. അതനുസരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റിയും മാറ്റം വന്നു, വീണ്ടും ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താണ് നിങ്ങൾ നോക്കട്ടെ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ എത്ര നിൽക്കുന്നു, ഡൗ ജോൺസിൻ്റെ അവസ്ഥ എന്താണ്? ഡൗ ജോൺസ് പ്ലസ് ആണോ, അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും പ്ലസ് ആകും. ഡൗ ജോൺസ് മൈനസ് ആണോ, ഗിഫ്റ്റ് നിഫ്റ്റിയും മൈനസ് ആകാനുള്ള സാധ്യത. പിന്നെ ഇതൊരു പരിധി വരെ 99% നിങ്ങൾക്ക് ഇതിന് റിലേ ചെയ്യാം. ഇനി അത് ബാക്കിയുള്ളത് എന്താ പറയുക, ഓവർനൈറ്റ് കൊണ്ട് ഹ്യൂജ് ബ്ലാക്ക് സ്വാൻ ഇവൻറ്റ് പോലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ എന്ത് സംഭവിച്ചാലും അതനുസരിച്ച് ഈ പറയുന്ന പോലെ മാർക്കറ്റുകളിൽ സംഭവിക്കുന്നുണ്ട്. ഈ ഡൗ ജോൺസിൽ തന്നെ നമുക്ക് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ അറിയാൻ പറ്റും. എന്നാൽ പോലും അഡീഷണലി ചില റെയറസ്റ്റ് ഒക്കേഷൻസിലൊക്കെ എന്താ പറയുക, ഗിഫ്റ്റ് നിഫ്റ്റി ചിലപ്പോൾ എഗൻസ്റ്റ് മീൻസ് നേരെ എഗൻസ്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നോർമലി അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ പോകുന്നതിന് പകരം കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ പോകാനുള്ള സാധ്യത ഉണ്ടാകും. പക്ഷെ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം എത്ര ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ സംഭവിക്കും, അല്ലെങ്കിൽ മ്യൂട്ടഡ് ആയിരിക്കും. മ്യൂട്ടഡ് എന്ന് പറയുന്നത് വലിയ ഗ്യാപ്പും ഇല്ല, വലിയ ഗ്യാപ്പ് ഡൗണും ഇല്ലാത്ത രീതി, എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിനെ എങ്ങനെ മൊബൈലിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ വാച്ച് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി വാച്ച് ലിസ്റ്റ് അവിടെ വരും. ആ വാച്ച് ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെ ആഡ് സിമ്പൽ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന ഓരോ സിമ്പലും എനിക്കിനി ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. എഴുതിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളത് ചെയ്യുക കൃത്യമായിട്ട്. എന്നിട്ട് നിങ്ങൾ അതിനെ കൃത്യമായിട്ടും ഇതേ ഓർഡറിൽ തന്നെ ചെയ്താൽ. ഇനി നോക്കൂ, നാസ്ഡാക്ക് അപ്പോൾ എന്തിനാ സാർ ഇവിടെ ഇങ്ങനെ ഒരു നന്ദിയപ്പാര് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കാം. നാസ്ഡാക്കും നിഫ്റ്റിയും ഡൗ ജോൺസും നാസ്ഡാക്കും നമ്മൾ ഇവിടുത്തെ എന്താ പറയുക, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന പോലത്തെ അവിടുത്തെ IT സെക്ടേഴ്സിന് കൂടുതൽ IT സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിനെയൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് നാസ്ഡാക്ക് എന്ന് പറയുന്നത്. ഡൗ ജോൺസ് എന്ന് പറയുന്നത് അവിടെ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൂടുതലായിട്ട് ഡൗ ജോൺസിനെ റിലേ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഫോളോ ചെയ്യുന്നത് 90%, 99% ഞാൻ പറയും ഡൗ ജോൺസിനെ ഫോളോ ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ കുറച്ച് ദിവസം കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള വാഗ്വാദങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നോക്കൂ, ഇവിടെ 85 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ 85 കുറച്ചുകൂടെ കുറഞ്ഞു. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. രാത്രി 2:30 മണിയാണെന്ന് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 2:30 അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 2:30 മണിയാകുമ്പോഴേക്കും ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ആകും. മോർണിംഗ് ജാപ്പാനീസ് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് അറൗണ്ട് 5 o'clock ആകുമ്പോൾ വീണ്ടും 5:30 ആകുമ്പോൾ വീണ്ടും നിഫ്റ്റി ഉണരും. നിഫ്റ്റിക്ക് ഉറങ്ങാനുള്ള സമയം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഏതിന്? ഗിഫ്റ്റ് നിഫ്റ്റിക്ക്. സോ അതുവരെ ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിനെ ക്യാച്ച് ചെയ്തിട്ട് ആ പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ചിട്ട് അത് എവിടത്തേക്ക് പാസ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചേഴ്സിലേക്ക് പാസ് ചെയ്യും. ഈ ഫ്യൂച്ചേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാണോ, ഈ ഫ്യൂച്ചർ ഇപ്പോൾ 510, 425 നിൽക്കും. നാളെ രാവിലെ ഫ്യൂച്ചറിന് എന്ത് സംഭവിക്കും? ഫ്യൂച്ചർ ഈ പറയുന്ന ഇതേ രീതിയിലാണ്. നാളെ രാവിലെയാണ് നിങ്ങളിത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നാളെ രാവിലത്തെ ഫ്യൂച്ചർ എവിടെ പോയി നിൽക്കും? 25,509 ആണെങ്കിൽ ഇപ്പോൾ 25,425 നിന്നും 25,500 റേഞ്ചിൽ പോയി ഫ്യൂച്ചർ ഓപ്പൺ ആകും. അതേമാതിരി ആ ഡിഫറൻസ് ഫ്യൂച്ചറിനും ഗിഫ്റ്റ് നിഫ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതേ ഡിഫറൻസ് സ്പോട്ടിലും വർക്കാകും. അപ്പോൾ എന്താ മനസ്സിലാക്കുക? മുകളിലാണെങ്കിൽ സ്പോട്ട് എന്താകും? അപ്പോൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആകും എന്നർത്ഥം. എത്ര പോയിൻ്റാണ് ഇവർ തമ്മിലുള്ള പോയിൻ്റ് എത്രയാണോ അത്രയാണ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നാസ്ഡാക്കിനെ ഫോളോ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് ഫ്യൂച്ചേഴ്സിനെയും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിഫ്റ്റിയുടെ തന്നെ നമുക്ക് എന്താ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേമാതിരി ആഡ് ചെയ്ത് വെച്ചാൽ, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ തന്നെ ബാങ്കിങ് സെക്ടറും കൂടി ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിങ് സ്റ്റോക്കും നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും. ബാങ്കിങ്ങും IT-യും മേജർ 2 റോൾ വഹിക്കുന്നവരാണല്ലോ ഗ്ലോബലി. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ദിവസം പോസിറ്റീവ് വരികയാണെങ്കിൽ പിറ്റേ ദിവസം മോസ്റ്റ് ലൈക്ക്ലി അന്നത്തെ ദിവസം ആ ഒരു മാർക്കറ്റ് ബുള്ളിഷ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. രണ്ടും മിക്സഡ് ആണെങ്കിൽ അതേമാതിരി സൈഡ് വേസിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. രണ്ടും ഡൗൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡൗണിലേക്ക് അത് കൺസിഡറബിൾ വേരിയേഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിലും ഉണ്ടാകും.
ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്ലോലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വിലപ്പെട്ട ഇൻഫർമേഷനായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാം, ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇനി ഇത്രയും വലിച്ചു നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഒന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.